എല്ലാവർക്കും തന്നെ ആക്ഷൻ കട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന 5 സിനിമകളുടെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ധനുഷ് നായകനായി വരികയും ധനുഷിന്റെ കരിയറിൽ വരാൻ പോകുന്ന 50ാമത്തെ സിനിമയാണ് രായൻ. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ 3 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ഇതാ 2 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടേതായിട്ട് വിറ്റുപോയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ രായൻ എന്ന സിനിമയുടെ മലയാളം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. ധനുഷ് തന്നെയാണ് ധനുഷിന്റെ 50ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാത്തിരിക്കാം. നാളെ തന്നെ റിലീസിനെത്തുന്ന മറ്റൊരു മലയാള സിനിമയാണ് ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി ജിത്തു ജോസഫ് നിർമ്മിച്ച് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയും ജൂലൈ 26-നാണ് തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. അടുത്തതായിട്ട് റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി SN സ്വാമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സീക്രട്ട് എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്ക് സെൻസർ ഭാഗത്ത് നിന്നും യു സർട്ടിഫിക്കറ്റ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി. അടുത്തതായിട്ട് നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമയാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനായി വന്ന് 2000 വർഷത്തിൽ റിലീസ് ചെയ്ത ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ്. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ മിനിഞ്ഞാന്നായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. നാളെ തന്നെ റിലീസിന് എത്തുന്ന മാർവൽ പടമാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവേറിയൻ. ഈ ഒരു സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും വെറും പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മാത്രം ഏകദേശം 55 ലക്ഷം നേടാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്ത് ആദ്യ ദിവസം തന്നെ ഏകദേശം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്.